ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ വീട്ടിലൊരു ചെറിയ ഐവറിയാണ്. അപ്പോൾ ഈ ഐവറി എങ്ങനെ നമുക്ക് നിർമ്മിക്കാം, ഈ ബഡ്ജീസിനെയൊക്കെ എങ്ങനെ പരിപാലിക്കാം, എങ്ങനെ ഈ ബഡ്ജീസിനെ ആരോഗ്യത്തോടെ നോക്കാം എന്നതിനൊക്കെ പറ്റിയുള്ളൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ 3 ജോഡി കിളികളായിരുന്നു വാങ്ങിയിരുന്നത്. പക്ഷേ ഇന്ന് അത് ഇരട്ടി കിളികളായി മാറിയിട്ടുണ്ട്. അപ്പോൾ നല്ല പരിപാലനവും കിളികൾക്ക് മുട്ടയിടാനുള്ള സൗകര്യമൊക്കെ നമ്മൾ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ലവ് ബേർഡ്സിനെ ബ്രീഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കൂടിന് നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പോൾ നല്ല ഹൈറ്റോടു കൂടി ഒരു കൂട് നിർമ്മിക്കുകയാണെങ്കിൽ ഈ കിളികളുടെ ആരോഗ്യത്തിനും പറക്കാനുള്ള ആ ഒരു സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ കിളികൾക്ക് നല്ല രീതിയിലുള്ള വളരാൻ സൗകര്യപ്പെട്ട് വരുന്നതായിരിക്കും. ഈ കിളികൾക്ക് കഴിക്കാനായി നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും പിന്നെ നല്ല സീഡ്സൊക്കെ കൊടുക്കാറുണ്ട്. ഈ ഫ്രൂട്ട്സ് തന്നെ ഈ പപ്പായ, ആപ്പിൾ, വാട്ടർമെലോൺ തുടങ്ങിയ ഫ്രൂട്ട്സൊക്കെ നല്ല രീതിയിൽ കഴിക്കും. കൂടാതെ ഈ ചെടിവർഗ്ഗങ്ങളിൽ, ഇലവർഗ്ഗങ്ങളിൽ നമ്മൾ തുളസി മെഡിസിൻ പ്ലാന്റ് ആണല്ലോ. അപ്പം അതൊക്കെ നമ്മൾ ഈ ചെറിയ കിളികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. വെള്ളം നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഓരോ ദിവസവും കൂടുന്നതോറും ഇവർക്ക് കുടിക്കാനുള്ള വെള്ളം നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ പാത്രം ക്ലീൻ ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് ആരോഗ്യത്തിനൊരു ബുദ്ധിമുട്ടൊന്നും കിളികൾക്ക് ഉണ്ടാവില്ല. പിന്നെ ഓരോ മാസവും ഇവരെ പെരുമാറ്റ രീതികളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ നോക്കണം. അപ്പം നിങ്ങൾക്കിതുപോലെ എളുപ്പത്തിന് ഒരു ചെറിയ കൂടുണ്ടാക്കി ഒരുപാട് ലവ് ബേർഡ്സിനെ ബ്രീഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുള്ള ഭക്ഷണവും അതിനുള്ള വെള്ളവും മുട്ടയുള്ള സൗകര്യമൊക്കെ ചെറുതായിട്ടൊന്ന് ഒരുക്കി വെച്ചാൽ ഒരുപാട് ലവ് ബേർഡ്സിനെ നമുക്ക് ബ്രീഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഏവറി സെറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ, ബഡ്ജീസ് വളർത്താൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇതുപോലൊരു ചെറിയ കൂടോ അല്ലെങ്കിൽ നല്ല വലിപ്പമുള്ള കൂടോ നിർമ്മിച്ച് അത് ചെറിയ ചട്ടികളൊക്കെ തേക്കി നമുക്ക് കുറച്ച് അലങ്കാരമായിട്ട് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കതൊക്കെ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്കത് വയ്ക്കാവുന്നതാണ്. അപ്പം ഇതെങ്ങനെ നിർമ്മിക്കേണ്ടതിനെ പറ്റി ഞാൻ അടുത്തൊരു വലിയ ലോങ് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് ഏവറി നിർമ്മിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ബൈ.